ഫ്രണ്ട്സിനോട്, കൊളീഗ്സിനോട് അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് പറയേണ്ടി വരുന്ന ചില കാര്യങ്ങൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, അതാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ നോക്കുന്നത്. മെയിൻലി ലീവ്, കീപ്പ്, റൺ, ഹെൽപ്പ്, ഫീൽ ഈ വെർബ്സ് യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഇന്നത്തെ ലെസണിലുള്ളത്. വീഡിയോ മുഴുവൻ കാണുക. അത് ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം കൊടുത്ത ഹോംവർക്ക് ഒന്ന് നോക്കാം. നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്. ആവശ്യത്തിന് സമയം എന്ന് പറയുമ്പോൾ ഇനഫ് ടൈം, ധാരാളം സമയം എന്ന് പറയണമെങ്കിൽ പ്ലെന്റി ഓഫ് ടൈം നമുക്കുണ്ട്. വി ഹാവ് പ്ലെന്റി ഓഫ് ടൈം അല്ലെങ്കിൽ വി ഹാവ് ഇനഫ് ടൈം, വി ഹാവ് ഗോട്ട് എന്നും പറയാം. വി ഹാവ് ഗോട്ട് ഇനഫ് ടൈം. നമ്മൾ ധൃതി പിടിക്കേണ്ട കാര്യമില്ല, ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല എന്ന് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. നമുക്ക് നീഡിൻ്റെ ഉപയോഗിച്ച് അത് പറയാം, അല്ലെങ്കിൽ ഡോണ്ട് ഹാവ് ടു ഉപയോഗിച്ച് പറയാം. വി ഡോണ്ട് ഹാവ് ടു ഹറി അല്ലെങ്കിൽ വി നീഡ് ഇൻ ഹറി. നീഡിൻ്റെ ശേഷം നമ്മൾ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നത്. ഡോണ്ട് ഹാവിന് ശേഷം ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ്. വി ഡോണ്ട് ഹാവ് ടു ഹറി അല്ലെങ്കിൽ വി നീഡ് ഇൻ ഹറി. ഇത്ര ശബ്ദം ഉണ്ടാക്കരുത്. ഡോണ്ട് മേക്ക് സോ മച്ച് നോയ്സ്. ഇതൊരു ഓർഡറോ റിക്വസ്റ്റോ അങ്ങനെയെല്ലാമാണ്. അതുകൊണ്ട് തന്നെ ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. നമ്മളിവിടെ സബ്ജക്റ്റ് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. ഡോണ്ട് മേക്ക് സോ മച്ച് നോയ്സ്, ഇത്രയധികം ശബ്ദം ഉണ്ടാക്കരുത്. യു ഡോണ്ട് എന്ന് പറയരുത്. ഡോണ്ട് മേക്ക് സോ മച്ച് നോയ്സ് അല്ലെങ്കിൽ യു ഷുഡിൻ മേക്ക്, അങ്ങനെയും പറയാം. നീ അധികം ശബ്ദം ഉണ്ടാക്കരുത്. യു ഷുഡിൻ മേക്ക് സോ മച്ച് നോയ്സ് എന്ന് പറയാം. യു മസ്റ്റ് നോട്ട് മേക്ക് സോ മച്ച് നോയ്സ് എന്നും പറയാം. ഇവിടെ നമുക്ക് ഇംപറേറ്റീവ് സെന്റൻസ് ഉപയോഗിച്ചാലും മതി. ഡോണ്ട് മേക്ക് സോ മച്ച് നോയ്സ്. നീ കുട്ടികളെ ഉണർത്തരുത്. യു മസ്റ്റ് നോട്ട് വേക്ക് അപ്പ് ദ ചിൽഡ്രൻ. യു മസ്റ്റ് നോട്ട് വേക്ക് അപ്പ് ദ ചിൽഡ്രൻ അല്ലെങ്കിൽ യു മസ്റ്റ് നോട്ട് വേക്ക് ദ ചിൽഡ്രൻ അപ്പ്. വേക്കപ്പ് ഒരു സെപ്പറബിൾ ഫ്രേസൽ വെർബാണ്. നമുക്ക് അതിന്റെ ഒബ്ജക്റ്റിനെ അതിനിടയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിന് ശേഷം ഉപയോഗിക്കാം. യു മസ്റ്റ് നോട്ട് വേക്ക് ദ ചിൽഡ്രൻ അപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ യു മസ്റ്റ് നോട്ട് വേക്ക് അപ്പ് ദ ചിൽഡ്രൻ എന്നും പറയാം. അമ്മയ്ക്ക് ഹാർട്ടിന് അസുഖമുണ്ട്. മദർ ഹാസ് ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് ട്രബിൾ. ദ മദർ എന്ന് പറയരുത്. നമ്മുടെ അമ്മയെ കുറിച്ച് പറയുന്ന സമയത്ത് മദർ, അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഫാദർ അല്ലെങ്കിൽ ഡാഡ്. ദ മദർ എന്ന് പറയുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ അമ്മയെ കുറിച്ചാണ് സംസാരിക്കുന്നത്, പക്ഷെ അത് നമ്മുടെ അമ്മയല്ല, ഏതോ ഒരു അമ്മയെ കുറിച്ചാണ് പറയുന്നത് എന്നേ അതിനർത്ഥമുള്ളൂ. മദർ ഹാസ് ഹാർട്ട് ട്രബിൾ അല്ലെങ്കിൽ മദർ ഹാസ് ഹാർട്ട് ഡിസീസ്. അവർക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ടി വരും. ഇതിന്റെ ആൻസർ കമന്റ്സിൽ കൊടുത്ത് ചിലര് ദേ എന്ന് എഴുതി കണ്ടു. നമ്മൾ ആക്ച്വലി ഇവിടെ അമ്മയെ ഉദ്ദേശിച്ചാണ് അവരെന്ന് പറയുന്നത്. അല്പം പ്രായമുള്ള സ്ത്രീകളെ നമ്മൾ അവൾ എന്ന് പറയില്ലല്ലോ, അതുകൊണ്ടാണ് അവരെന്ന് എഴുതിയത്. സിംഗുലർ പ്രൊനൗൺ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഷീ ഹാസ് ടു ഗോ ടു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഷീ വിൽ ഹാവ് ടു ഗോ ടു ഹോസ്പിറ്റൽ. ഷീ ഹാസ് ടു സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്, വിൽ ഹാവ് ടു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ്. മദർ ഹാസ് ഹാർട്ട് ട്രബിൾ, ഷീ ഹാസ് ടു ഗോ ടു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഷീ വിൽ ഹാവ് ടു ഗോ ടു ഹോസ്പിറ്റൽ. പോവേണ്ടി വരും, പോവേണ്ടി വരും എന്ന് പറയാൻ വിൽ ഹാവ് ടു തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഹാസ് ടു നമുക്കിവിടെ ഉപയോഗിക്കാം. എനിക്ക് നാളെ നിന്നെ കാണാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇത് ഫ്യൂച്ചറിലുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ആ ഡിസിഷൻ അത് ഇപ്പോൾ തന്നെ ഉണ്ട്. ആ ഇനബിലിറ്റിയെ കുറിച്ച് നമ്മൾ ഇപ്പോഴേ അവെയർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ക്യാനും ഉപയോഗിക്കാം. ഐ കനോട്ട് സീ യു ടുമോറോ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ആം നോട്ട് ഏബിൾ ടു സീ യു ടുമോറോ എന്നും പറയാം. ഐ ആം നോട്ട് ഏബിൾ ടു സീ യു ടുമോറോ. എനിക്ക് ജോലിക്ക് പോകണം. ഐ ഹാവ് ടു ഗോ ടു വർക്ക് അല്ലെങ്കിൽ ഐ നീഡ് ടു ഗോ ടു വർക്ക്. നമുക്ക് ഹാവ് ഉപയോഗിക്കാം, നീഡ് ഉപയോഗിക്കാം, വേണമെങ്കിൽ ഷുഡ് ഉപയോഗിക്കാം, മസ്റ്റ് ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കാം. ഇനി ഈ ആപ്പിൾ ഒന്നും കഴുകേണ്ട ആവശ്യമില്ല. സിംഗുലർ ആയി ആപ്പിൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിത് ഇങ്ങനെ പറയാം. യു ഡോണ്ട് ഹാവ് ടു വാഷ് ദിസ് ആപ്പിൾ. യു ഡോണ്ട് ഹാവ് ടു വാഷ് ദിസ് ആപ്പിൾ അല്ലെങ്കിൽ യു നീഡിന്റ് വാഷ് ദിസ് ആപ്പിൾ. അത് നേരത്തെ തന്നെ കഴുകിയതാണ്. ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ വാഷ്ഡ്. യു ഡോണ്ട് ഹാവ് ടു വാഷ് ദിസ് ആപ്പിൾ, ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ വാഷ്ഡ്. പാസീവ് വെർബാണ് ഉപയോഗിച്ചത്. ആപ്പിൾ മറ്റാരോ കഴുകുകയാണ് ചെയ്തത്, ആപ്പിൾ കഴുകപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ വാഷ്ഡ്. ഓൾറെഡി എന്ന അഡ്വർബിന്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. അത് ഓക്സിലറി വെർബായ ഹാസിന് ശേഷവും മെയിൻ വെർബിന് മുന്നിലുമാണ് വന്നിട്ടുള്ളത്. ഓൾറെഡി സെന്റൻസിന്റെ അവസാനം ഉപയോഗിക്കരുത്. ഇതാണ് അതിന്റെ പൊസിഷൻ. ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ വാഷ്ഡ്. വെർബിൽ രണ്ടോ മൂന്നോ വേർഡ്സ് വരുന്ന സമയത്ത് അതിലെ ആ ഫസ്റ്റ് ഓക്സിലറി വെർബിന് ശേഷം വേണം ഓൾറെഡി യൂസ് ചെയ്യാൻ. വെർബിൽ ഒരു വേർഡേ ഉള്ളൂ എങ്കിൽ ഓൾറെഡി ഉപയോഗിക്കുന്നത് ആ വെർബിന് മുന്നിലായിരിക്കണം. ഇറ്റ് ഹാസ് ഓൾറെഡി ബീൻ വാഷ്ഡ്. ഈ ആപ്പിൾ ഒന്നും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പ്ലൂറൽ ഫോമിലാണ് നിങ്ങൾ എഴുതിയതെങ്കിൽ ഇങ്ങനെയാണ് പറയേണ്ടത്. യു ഡോണ്ട് ഹാവ് ടു വാഷ് ദീസ് ആപ്പിൾസ്. ഈ ആപ്പിളുകൾ ഒന്നും തന്നെ കഴുകേണ്ടതില്ല. ദേ ഹാവ് ഓൾറെഡി ബീൻ വാഷ്ഡ്. പിന്നെ ദേ എന്ന പ്ലൂറൽ പ്രൊനൗൺ ഉപയോഗിക്കുക. ദേ ഹാവ് ഓൾറെഡി ബീൻ വാഷ്ഡ്. നീ എന്നെ കാത്തു നിൽക്കേണ്ട. ഒരു കാര്യം ചെയ്യേണ്ട എന്ന് പറയാൻ നമുക്ക് ഡോണ്ട് ഹാവ് ടു ഉപയോഗിക്കാം, അല്ലെങ്കിൽ നീഡ് ഇൻ ടു ഉപയോഗിക്കാം. യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ മീ അല്ലെങ്കിൽ യു നീഡ് ഇൻ വെയിറ്റ് ഫോർ മീ.
നിനക്ക് പോവാം, യു ക്യാൻ ഗോ. ഞാൻ പിന്നെ നിന്റെ കൂടെ ചേരാം അല്ലെങ്കിൽ എത്താം. ഞാൻ എത്താം എന്നാണ് എഴുതിയത്, ചേരാം എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാം. യു ക്യാൻ ഗോ ആൻഡ് ഐ വിൽ ജോയിൻ യു ലേറ്റർ. ഇനി നമുക്ക് ഇന്നത്തെ ലെസൺ നോക്കാം. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ 2 ആപ്പിൾസ് ബാക്കിയുണ്ട്. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ഹംഗ്രി 2 ആപ്പിളുകൾ ബാക്കിയുണ്ട്. നമ്മളിത് എങ്ങനെയാ പറയാം? If you are hungry, there are 2 apples left. If you are hungry, there are 2 apples left. There are 2 apples left എന്ന് പറയുമ്പോൾ 2 ആപ്പിൾ ബാക്കിയുണ്ട് എന്നാണ് അർത്ഥം. എന്തെങ്കിലും ഒരു സാധനം ബാക്കിയുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ലെഫ്റ്റ് എന്ന വെർബ് ഉപയോഗിച്ചാണ്. ചോറ് വല്ലതും ബാക്കിയുണ്ടോ? ഈസ് ദർ എനി റൈസ് ലെഫ്റ്റ്? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? ഹാവ് വി ഗോട്ട് എനി റൈസ് ലെഫ്റ്റ്? അപ്പോൾ നമ്മുടെ പക്കൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നർത്ഥം വരും. ഹാവ് വി ഗോട്ട് എനി റൈസ് ലെഫ്റ്റ്? നമ്മുടെ അടുത്ത് ചോറ് എന്തെങ്കിലും ബാക്കിയുണ്ടോ? എനി റൈസ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ചോറ് അല്പമെങ്കിലും ബാക്കിയുണ്ടോ? ദേറിന്റെ കൂടെ നമ്മൾ ഉണ്ട് എന്ന് പറയാൻ ഈസും ആറും എല്ലാമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ മറ്റ് സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് ആണ്. അപ്പൊ 2 പേർക്ക് കൂടിയുള്ളത് ഉണ്ട്. അതെങ്ങനെ പറയും? യെസ് ദർ ഈസ് ഇനഫ് ഫോർ 2 മോർ പീപ്പിൾ. യെസ് there is enough for 2 more people അല്ലെങ്കിൽ we have got enough rice left for 2 more people. 2 more people ആണ്, for 2 people അല്ല. 2 more people എന്ന് പറയുമ്പോൾ 2 പേർക്ക് കൂടി. 2 people എന്ന് പറഞ്ഞാൽ 2 പേർക്ക്, 2 more people എന്ന് പറയുമ്പോൾ ഇനിയും 2 പേർക്ക് എന്നർത്ഥം വരും. We have enough rice left. ചോറിനെ കുറിച്ചാണ് ചോദ്യം. ആദ്യത്തെ സെന്റൻസിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സെന്റൻസിൽ പിന്നെ റൈസ് ലെഫ്റ്റ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. We have enough എന്ന് പറഞ്ഞാൽ മതി. ആ സെന്റൻസിന്റെ മുഴുവൻ രൂപം ഇതാണ്: We have enough rice left for 2 more people. അല്ലെങ്കിൽ There is enough rice left for 2 more people. ലീവിന് മറ്റ് യൂസസും ഉണ്ട്. എന്റെ പേഴ്സ് കാണാനില്ല. I can't find my purse. I can't see അല്ല, I can't find my purse. ഞാനത് ട്രെയിനിൽ മറന്നു വെച്ചു എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത്, ഐ തിങ്ക്. ഞാനത് ട്രെയിനിൽ മറന്നു വെച്ചു. നമ്മളൊരു സാധനം ഒരു സ്ഥലത്ത് മറന്നു വെച്ചു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ലീവ് ആണ്. ഫോർഗെറ്റ് അല്ല യൂസ് ചെയ്യുന്നത്. അത് എവിടെ മറന്നു വെച്ചു എന്ന് പറയുമ്പോൾ ലീവ് തന്നെ ഉപയോഗിക്കുക. ഐ തിങ്ക് ഐ ലെഫ്റ്റ് ഇറ്റ് ഓൺ ദ ട്രെയിൻ. ഓൺ ദ ട്രെയിൻ എന്നാണ് പറഞ്ഞത്, ഇൻ ദ ട്രെയിൻ എന്നല്ല. ട്രെയിൻ, ബസ്, പ്ലെയിൻ അതുപോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. കാറിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ ആണ്. ഐ തിങ്ക് ഐ ലെഫ്റ്റ് ഇറ്റ് ഓൺ ദ ട്രെയിൻ. മറന്നു വെക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബും ലീവ് തന്നെയാണ്. നീ എന്തിനാണ് എല്ലായ്പ്പോഴും വാതിൽ തുറന്നിടുന്നത്? ഇതെങ്ങനെയാണ് ചോദിക്കുന്നത്? വൈ ആർ യു ഓൾവേസ് ലീവിംഗ് ദ ഡോർ ഓപ്പൺ? അല്ലെങ്കിൽ വൈ ഡു യു ഓൾവേസ് ലീവ് ദ ഡോർ ഓപ്പൺ? വൈ ഡു യു ഓൾവേസ് ലീവ് ദ ഡോർ ഓപ്പൺ? സിമ്പിൾ പ്രസന്റ് ടെൻസ്. വൈ ആർ യു ഓൾവേസ് ലീവിംഗ് ദ ഡോർ ഓപ്പൺ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. 2 ടെൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ കാര്യം ചോദിക്കാം. വാതിൽ തുറന്നിടുക എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ലീവ് ദ ഡോർ ഓപ്പൺ എന്നാണ്. അടച്ചിടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ലീവ് അല്ല, കീപ്പാണ്. നല്ല തിരക്കുള്ള ഒരു സ്ട്രീറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. വി ലീവ് ഓൺ എ വെരി ബിസി സ്ട്രീറ്റ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ സ്ട്രീറ്റിന്റെ കൂടെ ഇൻ എന്ന പ്രിപ്പോസിഷനും ഉപയോഗിച്ച് കാണാറുണ്ട്. ഞാനിവിടെ ഓൺ ആണ് എഴുതിയത്. റോഡ്, റെയിൽ, റിവർ അതിന്റെ എല്ലാം കൂടെ ഓൺ തന്നെ ഉപയോഗിക്കുക. സ്ട്രീറ്റിന്റെ കൂടെ പലപ്പോഴും ഇന്നും ഉപയോഗിച്ച് കാണാറുണ്ട്. അമേരിക്കൻ ഇംഗ്ലീഷിൽ പൊതുവെ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. വി ലീവ് ഓൺ എ വെരി ബിസി സ്ട്രീറ്റ്. അതുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും ജനലുകൾ അടച്ചിടും. തുറന്നിടും എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ലീവ് ദ ഡോർ ഓപ്പൺ എന്നായിരുന്നു. അടച്ചിടും എന്ന് പറയുമ്പോൾ കീപ് ദ വിൻഡോസ് ക്ലോസ്ഡ് ആണ്. വി ലീവ് ഓൺ എ ബിസി സ്ട്രീറ്റ്, സോ ഐ ഓൾവേസ് കീപ് ദ വിൻഡോസ് ക്ലോസ്ഡ്. ലീവ് ദ വിൻഡോസ് ക്ലോസ്ഡ് അല്ല, കീപ് ദ വിൻഡോസ് ക്ലോസ്ഡ്. തുറന്നിടും എന്ന് പറയുമ്പോൾ ലീവ് ഉപയോഗിക്കുക, അടച്ചിടും എന്ന് പറയുമ്പോൾ കീപ്പ് ഉപയോഗിക്കുക. ഈ കേക്ക് നല്ല രുചിയുണ്ട്. ദിസ് കേക്ക് ഈസ് വെരി ഡെലീഷ്യസ്. എനിക്ക് അല്പം കൂടി വേണമായിരുന്നു. അതായത് ഒരു കഷ്ണം കൂടി വേണമായിരുന്നു. ഇത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ക്യാൻ ഐ ഹാവ് അനദർ പീസ് എന്ന് തീർച്ചയായും ചോദിക്കാം. ഇംഗ്ലീഷിൽ പക്ഷേ പൊതുവേ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് സെർവിങ്ങിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഭക്ഷണം, ഡ്രിങ്ക്സോ അങ്ങനെ എന്തെങ്കിലും അല്പം കൂടി വേണമെന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് സെക്കൻഡ് ഹെൽപ്പിംഗ്. അപ്പോൾ നമുക്കത് ഇങ്ങനെ ചോദിക്കാം: ക്യാൻ ഐ ഹാവ് എ സെക്കൻഡ് ഹെൽപ്പിംഗ്? അല്പം കൂടി എനിക്ക് വേണമായിരുന്നു, എനിക്ക് കുറച്ചുകൂടി ലഭിക്കുമോ? അതാണ് ആ ചോദ്യത്തിന് അർത്ഥം. ക്യാൻ ഐ ഹാവ് എ സെക്കൻഡ് ഹെൽപ്പിംഗ്? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം? ക്യാൻ ഐ ഹാവ് സെക്കൻഡ്സ്? 2 സെന്റൻസിനും ഒരേ അർത്ഥം തന്നെയാണ്. ക്യാൻ ഐ ഹാവ് സെക്കൻഡ്സ്? ഒരു കഷ്ണം കൂടി എനിക്ക് വേണമായിരുന്നു, അത് ലഭിക്കുമോ? അതാണ് ആ ചോദ്യത്തിന് അർത്ഥം. ആദ്യത്തെ സെർവിങ്ങിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഭക്ഷണം അല്ലെങ്കിൽ ഡ്രിങ്ക്സ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് സെക്കൻഡ് ഹെൽപ്പിംഗ്. ക്യാൻ ഐ ഹാവ് എ സെക്കൻഡ് ഹെൽപ്പിംഗ് എന്ന് ചോദിച്ചാൽ എനിക്ക് അല്പം കൂടി ലഭിക്കുമോ എന്നർത്ഥം. ഡു യു വാണ്ട് എ സെക്കൻഡ് ഹെൽപ്പിംഗ് എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് അല്പം കൂടി വേണോ എന്നാണ് അർത്ഥം. സെക്കൻഡ് ഹെൽപ്പിംഗ് എന്നതിന് പകരം നമുക്ക് സെക്കൻഡ്സ് എന്ന എക്സ്പ്രഷനും യൂസ് ചെയ്യാം.
നിങ്ങൾക്ക് ഒരു കഷ്ണം കൂടി കേക്ക് വേണോ? വുഡ് യു ലൈക്ക് എ സെക്കൻഡ് ഹെൽപ്പിംഗ് ഓഫ് ദ കേക്ക്, അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് അനദർ പീസ് ഓഫ് ദ കേക്ക് എന്നും ചോദിക്കാം. വുഡ് യു ലൈക്ക് എ സെക്കൻഡ് ഹെൽപ്പിംഗ് ഓഫ് ദ കേക്ക്. വേണ്ട, എനിക്ക് ആവശ്യത്തിനായി, ഞാൻ വേണ്ടത്ര കഴിച്ചിരിക്കുന്നു. നോ, ഐ ഹാവ് ഹാഡ് ഇനഫ്. ഐ ഹാവ് ഹാഡ് ഇനഫ്. ഇവിടെ ഹാഡിനർത്ഥം ഈറ്റൺ എന്നാണ്. ഐ ഹാവ് ഈറ്റൺ ഇനഫ്. വേണ്ടത്ര ഞാൻ കഴിച്ചു. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോ, ഐ ആം ടു ഫുൾ. എൻ്റെ വയറ് വല്ലാതെ നിറഞ്ഞിരിക്കുന്നു. ഐ ആം ടു ഫുൾ. ഇത് തന്നെ ഇൻഫോർമലായി സംസാരിക്കുമ്പോൾ വുഡ് യു ലൈക്കിന് പകരം നമുക്ക് ഡു യു വാണ്ട് എന്ന് ചോദിക്കാം. ഡു യു വാണ്ട് എ സെക്കൻഡ് ഹെൽപ്പിംഗ് ഓഫ് ദ കേക്ക്. ഡിന്നർ റെഡിയാണ്. ഡിന്നർ ഈസ് റെഡി. എല്ലാവരും വേണ്ടത് എടുത്തോളൂ. അതായത് നമ്മൾ സെർവ് ചെയ്യാൻ നിൽക്കുന്നില്ല, കഴിക്കുന്നവരോട് അവർക്ക് വേണ്ടത് എടുത്തോളാൻ പറയണമെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കാം. പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്. ഡിന്നർ ഈസ് റെഡി. ഡിന്നർ റെഡിയാണ്. പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്. അതിനർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് നിങ്ങൾ തന്നെ എടുത്തോളൂ. ഹോസ്റ്റ് അല്ലെങ്കിൽ ഹോസ്റ്റസ് സെർവ് ചെയ്യാൻ നിൽക്കുന്നില്ല, കഴിക്കുന്നവർക്ക് വേണ്ടത് അവരോട് എടുത്തോളാണ് പറയുന്നത്. ഇതൊരു ഇൻഫോർമൽ സെറ്റിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഫോർമൽ സെറ്റിംഗ്സിൽ പൊതുവെ ഹെൽപ്പ് യുവർ സെൽഫ് പോലുള്ള എക്സ്പ്രഷൻസ് ഉപയോഗിക്കാറില്ല. നിന്റെ കയ്യിൽ ഒരു പേന ഉണ്ടോ? ഹാവ് യു ഗോട്ട് എ പെൻ, അല്ലെങ്കിൽ ഡു യു ഹാവ് എ പെൻ. ഇല്ല, എൻ്റെ കയ്യിലില്ല. തീർന്നു പോയി, ബാക്കിയില്ല, അതൊന്നും അല്ല നമ്മൾ പറയുന്നത്. എൻ്റെ കയ്യിൽ ഇല്ല എന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ലീവ് എന്ന വെർബൊന്നും യൂസ് ചെയ്യരുത്. നോ, ഐ ഹാവിൻ ഗോട്ട് വൺ എന്ന് മാത്രം പറയാം. ഹാവ് യു ഗോട്ട് എ പെൻ. നിന്റെ കയ്യിൽ ഒരു പേന ഉണ്ടോ? നോ, ഐ ഹാവിൻ ഗോട്ട് വൺ. ഐ ഹാവിൻ ഗോട്ട് എ പെൻ എന്നതിന് പകരമായിട്ടാണ് നമ്മളിവിടെ വൺ എന്ന ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ യൂസ് ചെയ്തത്. ഐ ഹാവിൻ ഗോട്ട് വൺ. എൻ്റെ കയ്യിൽ ഒന്നില്ല. ഐ ഹാവിൻ ഗോട്ട് എനി പെൻ ലെഫ്റ്റ് എന്നൊന്നും ഇവിടെ പറയണ്ട. അങ്ങനെ പറയുകയും ചെയ്യരുത്. കാരണം നമ്മൾ തീർന്നു പോയിരിക്കുന്നു, ബാക്കിയില്ല എന്നൊന്നും അല്ല നമ്മളിവിടെ പറയുന്നത്. എൻ്റെ കയ്യിലില്ല, അത് മാത്രമാണ് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഐ ഹാവിൻ ഗോട്ട് വൺ എന്ന് മാത്രം പറയാം. പഞ്ചസാര തീർന്നു പോയിരിക്കുന്നു. നമുക്കിത് പല രീതിയിൽ പറയാം. വി ഡോണ്ട് ഹാവ് എനി ഷുഗർ ലെഫ്റ്റ് എന്ന് പറയാം. അതായത് പഞ്ചസാര ഒട്ടും തന്നെ ബാക്കിയില്ല. വി ഡോണ്ട് ഹാവ് എനി ഷുഗർ ലെഫ്റ്റ്. അതിനർത്ഥം ഒട്ടും ബാക്കിയില്ല എന്നാണ്. തീർന്നു പോയിരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ റൺ എന്ന വെർബ് ഉപയോഗിക്കുന്ന മറ്റൊരു സ്ട്രക്ചറാണ് ഉപയോഗിക്കുന്നത്. പഞ്ചസാര തീർന്നു പോയിരിക്കുന്നു. നമ്മുടെ പക്കൽ ഒട്ടുമില്ല എന്ന് പറയണമെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്ജക്റ്റ് വി ആയി വരുന്ന രീതിയിൽ പറയാം. വി ഹാവ് റൺ ഔട്ട് ഓഫ് ഷുഗർ. വി ഹാവ് റൺ ഔട്ട് ഓഫ് ഷുഗർ. നമ്മുടെ പക്കലുള്ള പഞ്ചസാര മുഴുവൻ തീർന്നു പോയിരിക്കുന്നു. ഷുഗർ സബ്ജക്റ്റായും വേണമെങ്കിൽ നമുക്കിത് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ പറയാം. ദ ഷുഗർ ഹാസ് റൺ ഔട്ട്. ദ ഷുഗർ ഹാസ് റൺ ഔട്ട്. പഞ്ചസാര തീർന്നു പോയിരിക്കുന്നു. ഇനി തീർന്നു പോവുകയാണ്, അല്പം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയണമെന്ന് കരുതാം. അതായത് ഇനി ചെറിയൊരു എമൗണ്ടേ ബാക്കിയുള്ളൂ, ഉടനെ തന്നെ അത് തീരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ഷുഗർ. പഞ്ചസാര തീർന്നുകൊണ്ടിരിക്കുകയാണ്. വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ഷുഗർ. വി ഹാവ് റൺ ഔട്ട് എന്ന് പറയുമ്പോൾ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. വി ആർ റണ്ണിങ് ഔട്ട് എന്ന് പറയുമ്പോൾ തീർന്നു കൊണ്ടിരിക്കുകയാണ്. നിന്റെ പക്കൽ മുട്ട വല്ലതും ഉണ്ടോ? ഹാവ് യു ഗോട്ട് എനി എഗ്സ്, അല്ലെങ്കിൽ ഡു യു ഹാവ് എനി എഗ്സ്. ഇല്ല, തീർന്നു പോയിരിക്കുന്നു. നോ, ഐ ഹാവ് റൺ ഔട്ട്. ഡു യു ഹാവ് എനി എഗ്സ്, അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എനി എഗ്സ്. ഇല്ല, മുട്ടയെല്ലാം തീർന്നു പോയിരിക്കുന്നു. ഐ ഹാവ് റൺ ഔട്ട് ഓഫ് എഗ്സ്. ഓഫ് എഗ്സ് അവിടെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഐ ഹാവ് റൺ ഔട്ട് എന്ന് പറഞ്ഞാലും മതി. അതിനർത്ഥം മുട്ടയെല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഐ ഹാവിൻ ഗോട്ട് എനി എഗ്സ് ലെഫ്റ്റ് എന്നും നമുക്ക് പറയാം. നമുക്ക് ഇന്ന് ഷോപ്പിങ്ങിന് പോകണം. വി ഹാവ് ടു ഗോ ഷോപ്പിംഗ് ടുഡേ എന്ന് പറയാം, അല്ലെങ്കിൽ വി മസ്റ്റ് ഗോ ഷോപ്പിംഗ് ടുഡേ എന്ന് പറയാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ഗോ ഷോപ്പിംഗ് ആണ്. ഗോ ടു ഷോപ്പ് എന്നല്ല, ഗോ ഷോപ്പിംഗ് എന്ന എക്സ്പ്രഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. വി മസ്റ്റ് ഗോ ഷോപ്പിംഗ് ടുഡേ. നമുക്ക് ഇന്ന് ഷോപ്പിങ്ങിന് പോകണം. സാധനങ്ങളെല്ലാം തീരാറായിരിക്കുന്നു. നമുക്ക് വീട്ടിൽ വേണ്ട ആവശ്യങ്ങളെല്ലാം, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ഫുഡ് എല്ലാം തീരാറായിരിക്കുന്നു. ഭക്ഷണത്തിനെ കുറിച്ച്, നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന മറ്റ് സാധനങ്ങൾ, പ്രത്യേകിച്ചും പല വ്യഞ്ജനങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന വസ്തുക്കളെ കുറിച്ച് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന നൗൺ ഗ്രോസറീസ് ആണ്. ഗ്രോസറി അല്ല, ഗ്രോസറീസ്. പ്ലൂറൽ ഫോമിൽ തന്നെ യൂസ് ചെയ്യാം. വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ഗ്രോസറീസ്, അല്ലെങ്കിൽ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് സപ്ലൈസ്. സാധനങ്ങളെല്ലാം തീരാറായിരിക്കുന്നു. വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് സപ്ലൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്രോസറീസ് എന്ന് പറയാം. ഇവിടെ നമുക്ക് റണ്ണിങ് ഔട്ട് ഓഫ് എന്നതിന് പകരം റണ്ണിങ് ഷോർട്ട് ഓഫ് എന്നും പറയാം. വി ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് ഗ്രോസറീസ്. ഗ്രോസറി അല്ല, ഗ്രോസറീസ്. സിംഗുലർ ഫോമായ ഗ്രോസറി ഈ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പിനെ കുറിച്ച് പറയുന്നതിനുള്ള പേരാണ്. ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ദ ഗ്രോസറി ടു ബൈ സപ്ലൈസ്. ഐ എം ഗോയിങ് ടു ദ ഗ്രോസറി ടു ബൈ സപ്ലൈസ്. ഇവിടെ ഗ്രോസറി എന്ന നൗൺ ആ ഷോപ്പിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് പലവ്യഞ്ജന വസ്തുക്കൾ വിൽക്കുന്ന കട, ഹൗസ് ഹോൾഡ് ഐറ്റംസ് വിൽക്കുന്ന കടയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഗ്രോസറി. ആ ഹൗസ് ഹോൾഡ് ഐറ്റംസിന്, അതിനെക്കുറിച്ചെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന നൗൺ ഗ്രോസറീസ് ആണ്.
ഐ എം ഗോയിങ് ടു ദ ഗ്രോസറി ടു ബൈ സപ്ലൈസ്. വേണ്ട സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ഞാൻ കടയിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം കാറിൽ നിന്നും എടുത്തു പുറത്തു വെച്ചു. കാറിലേക്ക് സാധനങ്ങൾ കയറ്റുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ലോഡാണ്. കാറിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്നതിന് ഉപയോഗിക്കുന്ന വെർബ് അൺലോഡാണ്. വീട്ടിലെത്തിയപ്പോൾ വെൻ ഐ ഗോട്ട് ഹോം, വെൻ ഐ അറൈവ്ഡ് ഹോം, വെൻ ഐ റീച്ച്ഡ് ഹോം, അതെല്ലാം നമുക്ക് പറയാം. വെൻ ഐ ഗോട്ട് ഹോം, ഞാൻ കാറിൽ നിന്ന് സാധനങ്ങളെല്ലാം പുറത്തു വെച്ചു. ഐ അൺലോഡഡ് ദ ഗ്രോസറീസ് ഫ്രം ദ കാർ, അല്ലെങ്കിൽ ഐ റിമൂവ്ഡ്. വെൻ ഐ ഗോട്ട് ഹോം ഐ അൺലോഡഡ് ദ ഗ്രോസറീസ് ഫ്രം ദ കാർ, ഐ റിമൂവ്ഡ് ദ ഗ്രോസറീസ് ഫ്രം ദ കാർ എന്നും നമുക്ക് പറയാം. ഐ അൺലോഡഡ് ദ കാർ എന്ന് പറയുമ്പോൾ കാറിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ ഞാൻ കാറിൽ നിന്ന് പുറത്തു വെച്ചു എന്നർത്ഥം. എൻ്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ മാത്രമല്ല നമുക്ക് റൺ ഔട്ട് ഓഫ് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. മറ്റു കാര്യങ്ങൾ, ക്ഷമ, സമയം, ആശയങ്ങൾ എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനും നമുക്ക് ഈ വെർബ് ഉപയോഗിക്കാം. എൻ്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈ പേഷ്യൻസ് ഈസ് ബിഗിനിങ് ടു റൺ ഔട്ട്, അല്ലെങ്കിൽ മൈ പേഷ്യൻസ് ഈസ് റണ്ണിങ് ഔട്ട്, കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൈ പേഷ്യൻസ് ഈസ് ബിഗിനിങ് ടു റൺ ഔട്ട് എന്ന് പറയുമ്പോൾ അത് നശിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. മൈ പേഷ്യൻസ് ഈസ് റണ്ണിങ് ഔട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ ക്ഷമ നശിക്കുകയാണ്. ഐ ആം റണ്ണിങ് ഔട്ട് ഓഫ് പേഷ്യൻസ് എന്നും നമുക്ക് പറയാം. ഐ ആം റണ്ണിങ് ഔട്ട് ഓഫ് പേഷ്യൻസ്, സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ടൈം ഈസ് റണ്ണിങ് ഔട്ട്, അല്ലെങ്കിൽ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. വല്ലാതെ വൈകും മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. വി മസ്റ്റ് ഡു സംതിങ്, നമ്മൾ എന്തെങ്കിലും ചെയ്യണം വല്ലാതെ വൈകുന്നതിന് മുമ്പ്, ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്. വി മസ്റ്റ് ഡു സംതിങ് ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്, വല്ലാതെ വൈകുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം, വി മസ്റ്റ് ഡു സംതിങ് ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്. നിനക്ക് ചായ എങ്ങനെയാണ് ഇഷ്ടം? ഹൗ ഡു യു ലൈക്ക് യുവർ ടീ? എത്ര കടുപ്പമുണ്ടോ അത്രയും നല്ലത്. ഈ ഒരു കാര്യം പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷനാണ് ദ സ്ട്രോങ്ങർ ദ ബെറ്റർ. എത്ര കടുപ്പമുണ്ടോ അത്രയും നല്ലത്, ദ സ്ട്രോങ്ങർ ദ ബെറ്റർ. നിന്റെ ലഞ്ച് ബോക്സിൽ സാധാരണ നീ എന്താണ് നിറയ്ക്കാറുള്ളത്? ലഞ്ച് ബോക്സിൽ ഭക്ഷണം നിറയ്ക്കുന്നതിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന വെർബ് പാക്ക് ആണ്. നീ എന്താണ് നിന്റെ ലഞ്ച് ബോക്സിൽ സാധാരണ നിറയ്ക്കാറുള്ളത്? വാട്ട് ഡു യു യൂഷ്വലി പാക്ക് ഇൻ യുവർ ലഞ്ച് ബോക്സ്? വാട്ട് ഡു യു യൂഷ്വലി പാക്ക് ഇൻ യുവർ ലഞ്ച് ബോക്സ്? സാധാരണ എന്നതിനാണ് യൂഷ്വലി എന്ന അഡ്വർബ് അവിടെ ഉപയോഗിച്ചത്. ലഞ്ച് ടൈമിന് മുമ്പ് വിശന്നാലോ എന്ന് കരുതി ഞാൻ ഓഫീസിലേക്ക് സ്നാക്സ് കൊണ്ടുവരും. ഐ ബ്രിങ് സ്നാക്സ് ടു ദ ഓഫീസ്, അല്ലെങ്കിൽ ഐ ബ്രിങ് സ്നാക്സ് ടു വർക്ക് ഇൻ കേസ് ഐ ഫീൽ ഹംഗ്രി ബിഫോർ ലഞ്ച് ടൈം. ഇവിടെ നമ്മൾ ഇൻ കേസ് എന്നൊരു കൺജങ്ഷനാണ് ഉപയോഗിച്ചത്. ഐ ഓൾവേസ് ബ്രിങ് സ്നാക്സ് ടു ദ ഓഫീസ് ഇൻ കേസ് ഐ ഫീൽ ഹംഗ്രി ബിഫോർ ലഞ്ച് ടൈം. നമ്മൾ ഇൻ കേസിനെ കുറിച്ചും ഈഫിനെ കുറിച്ചും നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈഫിൻ്റെ മീനിങ് അല്ല ഇൻ കേസിന്. ഇൻ കേസ് ഒരു പ്രിക്വേഷനാണ്, അതായത് മറ്റൊരു കാര്യം സംഭവിച്ചാലോ എന്ന് കരുതി നമ്മൾ ഇപ്പോഴേ എടുക്കുന്ന മുൻകരുതലിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ഇൻ കേസ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം പ്രസന്റിനെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം. ഐ ഓൾവേസ് ബ്രിങ് സ്നാക്സ് ടു ദ ഓഫീസ് ഇൻ കേസ് ഐ ഫീൽ ഹംഗ്രി ബിഫോർ ലഞ്ച് ടൈം. ലഞ്ച് ടൈമിന് മുന്നിൽ എനിക്ക് വിശന്നാലോ എന്ന് കരുതി അപ്പോൾ കഴിക്കുന്നതിന് വേണ്ടി ഞാൻ സ്നാക്സ് ഓഫീസിലേക്ക് കൊണ്ടുവരാറുണ്ട്. ഇൻ കേസ് ഐ ഫീൽ ഹംഗ്രി ബിഫോർ ലഞ്ച് ടൈം. നീ എന്താണ് സാധാരണ ഉച്ചയ്ക്ക് കഴിക്കാറുള്ളത്? ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണമാണ് ലഞ്ച്. വാട്ട് ഡു യു യൂഷ്വലി ഹാവ് ഫോർ ലഞ്ച്? വാട്ട് ഡു യു യൂഷ്വലി ഹാവ് ഫോർ ലഞ്ച്? ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതിൻ്റെ ഒന്നും കൂടെ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. വാട്ട് ഡു യു യൂഷ്വലി ഹാവ് ഫോർ ലഞ്ച് എന്നും തലേ ദിവസത്തെ ബാക്കിയുള്ളതാണ്. അതായത് തലേ ദിവസം ബാക്കി വരുന്ന ഡിന്നറിൻ്റെ ബാക്കിയായി വന്ന ഭക്ഷണമാണോ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കഴിക്കുന്നത്. ഇങ്ങനെ തലേ ദിവസം ബാക്കി വന്ന ഭക്ഷണം, അല്ലെങ്കിൽ തലേ ദിവസം തന്നെ ആവണമെന്നില്ല, നമ്മൾ ഒരു മീല് ഫിനിഷ് ചെയ്യാതെ അതിൻ്റെ ബാക്കി വന്ന ഭക്ഷണം പിന്നീട് കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്തു വെക്കുന്നു എന്ന് കരുതാം. ആ ഭക്ഷണത്തിന് പറയുന്നത് ലെഫ്റ്റ് ഓവേഴ്സ് എന്നാണ്. പ്ലൂറൽ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ബാക്കി വന്ന റൈസ് എന്ന് പറയണമെങ്കിൽ നമ്മൾ പറയുക ലെഫ്റ്റ് ഓവർ റൈസ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ഓവേഴ്സ് അല്ല, ലെഫ്റ്റ് ഓവർ റൈസ്, ലെഫ്റ്റ് ഓവർ ബിരിയാണി അങ്ങനെ വേണം പറയാം. എന്നും തലേ ദിവസത്തെ ബാക്കിയുള്ള ഭക്ഷണമാണോ നീ ഉച്ചയ്ക്ക് കഴിക്കുന്നത്? ഈസ് ഇറ്റ് ഓൾവേസ് ലെഫ്റ്റ് ഓവേഴ്സ് ഫ്രം യെസ്റ്റർഡേ? ഈസ് ഇറ്റ് ഓൾവേസ് ലെഫ്റ്റ് ഓവേഴ്സ് ഫ്രം യെസ്റ്റർഡേ? ലെഫ്റ്റ് ഓവേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ബാക്കി വന്ന ഭക്ഷണം എന്നാണ് അർത്ഥം. പിന്നെ അതിൻ്റെ കൂടെ ഫുഡ് എന്നൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലൂറൽ ഫോമാണ് യൂസ് ചെയ്യുന്നത്, അതുകൂടി ശ്രദ്ധിക്കണം. ഈസ് ഇറ്റ് ഓൾവേസ് ലെഫ്റ്റ് ഓവേഴ്സ് ഫ്രം യെസ്റ്റർഡേ? എന്നും തലേ ദിവസം ബാക്കി വന്ന ഭക്ഷണമാണോ നീ ഉച്ചയ്ക്ക് കഴിക്കാറുള്ളത്? ബിസിയായ ആളുകൾ, പ്രത്യേകിച്ചും ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അവരെന്നും ഭക്ഷണം ഉണ്ടാക്കി എന്ന് വരില്ല. പലപ്പോഴും രാത്രി ഉണ്ടാക്കിയ ഭക്ഷണമായിരിക്കും അവർ അതിൻ്റെ അടുത്ത ദിവസം ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിക്കുന്നത്. ഇത് നിങ്ങളുടെ പതിവാണെങ്കിൽ നിങ്ങൾക്കിതിങ്ങനെ പറയാം: ഐ യൂഷ്വലി ഹാവ് ലെഫ്റ്റ് ഓവേഴ്സ് ഫോർ ലഞ്ച്. ഐ യൂഷ്വലി ഹാവ് ലെഫ്റ്റ് ഓവേഴ്സ് ഫോർ ലഞ്ച്.
ഇനി ഇത് പതിവല്ല, ഇന്ന് അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെയും പറയാം. ടുഡേ ഐ ഹാവ് ലെഫ്റ്റ് ഓവേഴ്സ് ഫോർ ലഞ്ച്, അല്ലെങ്കിൽ ടുഡേ ഐ ഹാവ് ലെഫ്റ്റ് ഓവേഴ്സ് ഫ്രം യെസ്റ്റർഡേ. ഐ ഹാവ് ലെഫ്റ്റ് ഓവേഴ്സ് ഫ്രം യെസ്റ്റർഡേ, സോ ഐ ഡിഡിൻ കുക്ക് ടുഡേ. ഇന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയില്ല, ഇന്നലത്തെ ബാക്കിയുള്ളത് കാരണം. ലഞ്ച് ടൈമിന് മുമ്പ് വിശപ്പ് തോന്നുകയാണെങ്കിൽ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ നട്ട്സ് കഴിക്കും. ഇതൊരു കണ്ടീഷനാണ് അല്ലേ? അപ്പം നമുക്കിത് ഇഫ് ക്ലോസ് ഉപയോഗിച്ച് പറയാം. ഇവിടെ ടൈപ്പ് 1 കണ്ടീഷനിൽ ഉപയോഗിക്കാം. ലഞ്ച് ടൈമിന് മുമ്പ് വിശപ്പ് തോന്നുകയാണെങ്കിൽ, ഇഫ് ഐ ഫീൽ ഹംഗ്രി ബിഫോർ ലഞ്ച് ടൈം. ഇഫ് ഐ ഫീൽ ഹംഗ്രി ബിഫോർ ലഞ്ച് ടൈം, ഞാൻ കുറച്ച് ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ നട്ട്സ് കഴിക്കും. ഇവിടെ നമുക്ക് ഈറ്റ് എന്ന വെർബ് യൂസ് ചെയ്യാം. നമുക്ക് ആക്ച്വലി സ്നാക്ക് ഓൺ എന്ന ഫ്രേസൽ വെർബും യൂസ് ചെയ്യാം. ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഇപ്പം നട്ട്സ്, കാഷ്യൂ നട്ട്സ് ആയാലും പീനട്ട്സ് ആയാലും അതെല്ലാം സ്നാക്സിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ ആ സ്നാക്സ് കഴിക്കുന്നതിനെ കുറിച്ച് പറയാനായി നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഫ്രേസൽ വെർബാണ് സ്നാക്ക് ഓൺ. ഇഫ് ഐ ഫീൽ ഹംഗ്രി ബിഫോർ ലഞ്ച് ടൈം, ഐ സ്നാക്ക് ഓൺ സം ബിസ്ക്കറ്റ്സ് ഓർ നട്ട്സ്. മെയിൻ മീൽസിന് ഇടയിൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായി കഴിക്കാറുണ്ട് എന്ന് പറയുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബാണ് സ്നാക്ക് ഓൺ. ഇവിടെ വേണമെങ്കിൽ ഈറ്റ് എന്ന വെർബും നമുക്ക് ഉപയോഗിക്കാം. പഴങ്ങൾ മാത്രം കഴിച്ചാൽ എനിക്ക് വയറ് നിറയില്ല, അല്ലെങ്കിൽ പാല് മാത്രം കഴിച്ചാൽ വയറ് നിറയില്ല. ഇതെങ്ങനെ പറയും? ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ഫ്രൂട്ട്സ് മാത്രമായാൽ നമുക്ക് ആ ഒരു വയറ് നിറഞ്ഞ ഫീലിംഗ് ഉണ്ടാവില്ല എന്ന് കരുതാം. അത് നമുക്ക് ഇങ്ങനെ പറയാം. പഴങ്ങൾ മാത്രം എന്ന് പറയുമ്പോൾ ഓൺലി ഫ്രൂട്ട്സ് അല്ല, ഫ്രൂട്ട്സ് എലോൺ. അത് കഴിച്ചാൽ എനിക്ക് വയറ് നിറയില്ല, അതായത് ആ പഴങ്ങൾക്ക് മാത്രം എൻ്റെ വയറ് നിറയ്ക്കാനാവില്ല. ഫ്രൂട്ട്സ് എലോൺ ഡോണ്ട് ഫിൽ മീ അപ്പ്, അതിനർത്ഥം പഴങ്ങൾ മാത്രം എൻ്റെ വയറ് നിറയ്ക്കില്ല എന്നാണ്. ഫ്രൂട്ട്സ് എലോൺ ഡോണ്ട് കീപ് മീ ഫുൾ എന്നും പറയാം. കീപ് മീ ഫുൾ എന്ന് പറയുമ്പോൾ എൻ്റെ വയറ് നിറഞ്ഞിരിക്കുക, അത് തന്നെയാണ് അതിനർത്ഥം. ഫിൽ മീ അപ്പ് എന്ന ഫ്രേസൽ വെർബിൻ്റെ അർത്ഥവും അത് തന്നെയാണ്. എനിക്ക് കുറച്ചുകൂടി ഫില്ലിംഗ് ആയ, ഇപ്പോൾ നമ്മൾ ഫില്ലിംഗ് ആയ ഫുഡ് എന്ന് പറയുമ്പോൾ അത് കഴിച്ചാൽ നമുക്ക് വയറ് നിറഞ്ഞതുപോലെ തോന്നുന്നു എന്നർത്ഥം. ഐ നീഡ് സംതിങ് മോർ ഫില്ലിംഗ് ലൈക്ക് ദോശ ഓർ അപ്പം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഐ നീഡ് സംതിങ് മോർ ഫില്ലിംഗ് ലൈക്ക് ദോശ ഓർ അപ്പം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ദോശയോ അപ്പമോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ ഫില്ലിംഗ് ആയ ഭക്ഷണം എന്തെങ്കിലും വേണം. പാലോ പഴമോ ഒന്നും മാത്രമായാൽ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഫ്രൂട്ട്സ് എലോൺ ഡോണ്ട് ഫിൽ മീ അപ്പ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എലോൺ ഡോണ്ട് കീപ് മീ ഫുൾ. ഐ നീഡ് സംതിങ് മോർ ഫില്ലിംഗ് ലൈക്ക് ദോശ ഓർ അപ്പം ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഫില്ലിംഗ് ആയ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വയറ് നിറഞ്ഞു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന ഭക്ഷണം. ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാത്ത അത്ര ക്ഷീണം ഉണ്ടായിരുന്നതിനാൽ ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്തു. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാത്ത അത്ര ക്ഷീണം ഉണ്ടായിരുന്നു. ഇതെങ്ങനെ പറയും? രണ്ട് രീതിയിൽ പറയാം. സോ ദാറ്റ് ഉപയോഗിച്ച് നമുക്ക് പറയാം കോസും ഇഫക്റ്റും, അല്ലെങ്കിൽ നമുക്ക് ടു ഉപയോഗിച്ചും പറയാം. ഐ വാസ് ടു ടയേർഡ് ടു കുക്ക്, അതാണ് എളുപ്പം. ഐ വാസ് ടു ടയേർഡ് ടു കുക്ക്, അല്ലെങ്കിൽ ഐ വാസ് സോ ടയേർഡ് ദാറ്റ് ഐ കുഡിൻ കുക്ക്. ഐ വാസ് ടു ടയേർഡ് ടു കുക്ക്, അതിനാൽ ഞാൻ ഭക്ഷണം ഓർഡർ ചെയ്തു. സോ ഐ ഓർഡേർഡ് ഫുഡ് എന്ന് പറയാം. പൊതുവെ നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് പുറത്തുനിന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുന്ന, അല്ലെങ്കിൽ യാത്രക്കിടയിലൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് ടേക്ക് അവേ എന്നാണ്. അപ്പം നമ്മളിത് അങ്ങനെയാണ് പറയുക. ഐ വാസ് ടു ടയേർഡ് ടു കുക്ക്, സോ ഐ ഓർഡേർഡ് എ ടേക്ക് അവേ. സോ ഐ ഓർഡേർഡ് എ ടേക്ക് അവേ. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പലപ്പോഴും പാർസൽ എന്ന് പറയും. ഭക്ഷണം നമ്മൾ കടയിൽ നിന്ന് പാർസലായി വാങ്ങിച്ചു എന്ന് പറയും. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പ്രയോഗം ടേക്ക് അവേ ആണ്. സോ ഐ ഓർഡേർഡ് എ ടേക്ക് അവേ. ഞാൻ ഭക്ഷണം പുറത്തു നിന്ന് വാങ്ങിച്ചു, ഓർഡർ ചെയ്തു. ഇന്നലെ രാത്രി ഞാൻ പുറത്തു നിന്ന് വാങ്ങിയ ഭക്ഷണമാണ് കഴിച്ചത്. വീട്ടിലുണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് കൊണ്ടുവന്ന ഭക്ഷണമാണ് കഴിച്ചത്. ഐ ഹാഡ് ടേക്ക് അവേ ഫോർ ഡിന്നർ ലാസ്റ്റ് നൈറ്റ്. ഐ ഹാഡ് ടേക്ക് അവേ ഫോർ ഡിന്നർ ലാസ്റ്റ് നൈറ്റ്, അല്ലെങ്കിൽ ഐ എയ്റ്റ് ടേക്ക് അവേ. ടേക്ക് അവേ എന്ന വാക്കിന് പുറത്തുനിന്ന് വാങ്ങിച്ച ഭക്ഷണം എന്ന അർത്ഥമാണ്. നമ്മൾ പാർസലായി കൊണ്ടുവന്ന ഭക്ഷണം എന്ന് പറയുന്ന അതേ മീനിങ് തന്നെ. അതാണ് ഇന്നലെ രാത്രി ഞാൻ കഴിച്ചത്. ഇങ്ങനത്തെ ഭക്ഷണം കൊടുക്കുന്ന റെസ്റ്റോറൻറ്റ്സ് പോലെയുള്ള സ്ഥാപനങ്ങൾക്കും ടേക്ക് അവേ എന്ന് തന്നെയാണ് പറയുന്നത്. ഐ ഹാഡ് ടേക്ക് അവേ ഫോർ ഡിന്നർ ലാസ്റ്റ് നൈറ്റ്. പാർട്ടിക്ക് ശേഷം ബാക്കി വന്ന ഭക്ഷണം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. പാർട്ടിക്ക് ശേഷം, ആഫ്റ്റർ ദ പാർട്ടി, ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഐ ടുക്ക് ഹോം. ബാക്കി വന്ന ഭക്ഷണം, ലെഫ്റ്റ് ഓവേഴ്സ്. ആഫ്റ്റർ ദ പാർട്ടി ഐ ടുക്ക് ഹോം ദ ലെഫ്റ്റ് ഓവേഴ്സ് വിത്ത് മീ. ആഫ്റ്റർ ദ പാർട്ടി, പാർട്ടിക്ക് ശേഷം, ഐ ടുക്ക് ഹോം, ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി ബാക്കി വന്ന ഭക്ഷണം, ദ ലെഫ്റ്റ് ഓവേഴ്സ് വിത്ത് മീ, എൻ്റെ കൂടെ. ആഫ്റ്റർ ദ പാർട്ടി ഐ ടുക്ക് ഹോം ദ ലെഫ്റ്റ് ഓവേഴ്സ് വിത്ത് മീ. നമ്മളിവിടെ ലെഫ്റ്റ് ഓവേഴ്സിൻ്റെ കൂടെ ദ ഉപയോഗിച്ചു, കാരണം നമ്മൾ സംസാരിക്കുന്ന ഒരു പർട്ടിക്കുലറായ ബാക്കി വന്ന ഭക്ഷണത്തിനെ കുറിച്ചാണ്. ജനറലായി അല്ല പറയുന്നത്, പാർട്ടിക്ക് സെർവ് ചെയ്ത ഭക്ഷണത്തിൻ്റെ ബാക്കി. ആഫ്റ്റർ ദ പാർട്ടി ഐ ടുക്ക് ഹോം ദ ലെഫ്റ്റ് ഓവേഴ്സ് വിത്ത് മീ.
ഇന്നലെ ഞാൻ കുറച്ചധികം ഭക്ഷണം ഉണ്ടാക്കി, അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് എനിക്കത് ബാക്കിയുണ്ട്. ഇന്ന് ആ ബാക്കി വന്ന ഭക്ഷണമാണ് എൻ്റെ ലഞ്ച്. യെസ്റ്റർഡേ ഐ കുക്ക്ഡ് സം എക്സ്ട്രാ ഫുഡ്, അല്ലെങ്കിൽ ഐ മെയ്ഡ് സം എക്സ്ട്രാ ഫുഡ്. സോ ഐ ആം ഹാവിംഗ് ദ ലെഫ്റ്റ് ഓവേഴ്സ് ഫോർ ലഞ്ച് ടുഡേ, അല്ലെങ്കിൽ ഐ ഹാവ് ദ ലെഫ്റ്റ് ഓവേഴ്സ് ഫോർ ലഞ്ച് ടുഡേ. ഇന്നലെ ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് ഇന്ന് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കി. ബാക്കി വന്ന ഇഡ്ഡലി അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി. ഇന്നലെ ബാക്കി വന്ന ഇഡ്ഡലി കൊണ്ട് ഇന്ന് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കി. ടുഡേ ഐ മെയ്ഡ് ഉപ്മാ വിത്ത് ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി ഫ്രം യെസ്റ്റർഡേ. ടുഡേ ഐ മെയ്ഡ് ഉപ്മാ വിത്ത് ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി ഫ്രം യെസ്റ്റർഡേ. ഇന്നലെ ബാക്കി വന്ന ഇഡ്ഡലി, അതാണ് ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി ഫ്രം യെസ്റ്റർഡേ. ഇന്ന് ഞാൻ അതുകൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കി. ടുഡേ ഐ മെയ്ഡ് ഉപ്മാ വിത്ത് ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി ഫ്രം യെസ്റ്റർഡേ. ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി എന്ന് വെച്ചാൽ ബാക്കി വന്ന ഇഡ്ഡലി, ലെഫ്റ്റ് ഓവർ റൈസ് ബാക്കി വന്ന റൈസ്. ചിലപ്പോൾ ഞാൻ എൻ്റെ ക്ലയൻസിന് ഒപ്പം ലഞ്ച് കഴിക്കും. ഇതിൻ്റെ എക്സാക്റ്റ് ഇംഗ്ലീഷ് അല്ല ഞാൻ പറയുന്നത്. ആക്ച്വലി എനിക്ക് ഈ ഒരു ഐഡിയ ഇങ്ങനെ എഴുതാനേ ഇവിടെ കഴിഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ക്ലയൻസിനെ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യും, ബിസിനസ് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. പല ഓഫീസേഴ്സും അങ്ങനെ ചെയ്യാറുണ്ട്. അവർക്ക് ക്ലയൻസിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സിനെയോ മറ്റോ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുകയും അവരുടെ ബിസിനസ്സുമായ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് വർക്കിംഗ് ലഞ്ച് എന്നാണ്. അതായത് നമ്മൾ ജോലി ചെയ്തുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം. ഇപ്പം നമുക്ക് ഓഫീസിൽ തന്നെ നമ്മൾ തിരക്കുള്ള സമയങ്ങളിൽ ചിലപ്പോൾ പലരും ദേ ഹാവ് വർക്കിംഗ് ലഞ്ച്. കാരണം അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ ഒരുപക്ഷെ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും. ഇതിനാണ് വർക്കിംഗ് ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിത് എങ്ങനെയാണ് പറയുന്നത്? ചിലപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ക്ലയൻസിനെ മീറ്റ് ചെയ്യാറുണ്ട് വർക്കിംഗ് ലഞ്ചിന് വേണ്ടി എന്ന് പറയണമെന്ന് കരുതുക. അതിങ്ങനെ പറയാം, സംടൈംസ് ഐ മീറ്റ് മൈ ക്ലയൻസ് ഫോർ എ വർക്കിംഗ് ലഞ്ച്. അതിനർത്ഥം ഞാൻ എൻ്റെ ക്ലയൻസിനെ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് മീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഇടയിൽ ലഞ്ചും കഴിക്കുന്നുണ്ട് അവരുടെ കൂടെ എന്ന് മാത്രം. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ ഒരു കാപ്പിയും കുടിക്കുമെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമ്മളത് ഇങ്ങനെ പറയാം, ടുഡേ ഐ എം മീറ്റിംഗ് മൈ ഫ്രണ്ട്സ് ഫോർ എ കോഫി ഇൻ ദ ഈവനിങ്. ടുഡേ ഐ എം മീറ്റിംഗ് മൈ ഫ്രണ്ട്സ് ഫോർ എ കോഫി ഇൻ ദ ഈവനിങ്. അവരുമായി ഒരു ഗെറ്റ് ടുഗെദർ ആണ് മെയിൻ ഉദ്ദേശം, അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാപ്പിയും കുടിക്കുന്നുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ബിസിനസ് സംസാരിക്കലാണ് മെയിനായ ഉദ്ദേശം, അതിൻ്റെ കൂട്ടത്തിൽ ലഞ്ചും കഴിക്കുന്നുണ്ട്. സംടൈംസ് ഐ മീറ്റ് മൈ ക്ലയൻസ് ഫോർ എ വർക്കിംഗ് ലഞ്ച്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. എൻ്റെ വയറിൻ്റെ ഇരമ്പൽ എനിക്ക് കേൾക്കാമായിരുന്നു. ഐ വാസ് സോ ഹംഗ്രി ഐ കുഡ് ഹിയർ മൈ ടമ്മി റംബിൾ. ടമ്മി എന്ന് പറയുമ്പോൾ വയറ്. ഐ വാസ് സോ ഹംഗ്രി ഐ കുഡ് ഹിയർ മൈ ടമ്മി റംബിൾ. റംബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ വല്ലാതെ വിശന്നിരിക്കുമ്പോൾ വയറിൽ നിന്ന് വരുന്ന ആ ശബ്ദം. ഐ കുഡ് ഹിയർ മൈ ടമ്മി റംബിൾ. ഇവിടെ ING ഫോം ഉപയോഗിക്കാം, ടമ്മി റംബ്ലിംഗ് എന്നും പറയാം. ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്താണ് ഉള്ളത്? വട്ട് ആർ വി ഹാവിംഗ് ഫോർ ലഞ്ച് ടുഡേ, അല്ലെങ്കിൽ വട്ട് ഡു വി ഹാവ് ഫോർ ലഞ്ച് ടുഡേ. സിമ്പിൾ പ്രസന്റിലും ചോദിക്കാം, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും ഇത് ചോദിക്കാം. ഞാൻ 3 നേരവും ഭക്ഷണം കഴിക്കും. ഐ ഈറ്റ് ഓൾ മൈ മീൽസ്. 3 എന്ന് പറയുന്നില്ല, മെയിൻ മീൽസ് അല്ല. ഐ ഈറ്റ് ഓൾ മൈ മീൽസ്. ഞാൻ ഒന്നും ഒഴിവാക്കില്ല. ഐ നെവർ സ്കിപ്പ് എനി മീൽ. ഐ നെവർ സ്കിപ്പ് എനി മീൽ. എൻ്റെ വീട്ടിൽ ഞാൻ തന്നെയാണ് മിക്കവാറും ഭക്ഷണം ഉണ്ടാക്കുന്നത്. എൻ്റെ വീട്ടിൽ, ഇൻ മൈ ഹൗസ്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി മീ ഹൂ കുക്സ്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി മീ എന്ന് പറയുമ്പോൾ മിക്കവാറും ഞാൻ തന്നെയാണ്. ഇൻ മൈ ഹൗസ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി മീ ഹൂ കുക്സ്. പാചകം ചെയ്യാൻ എത്ര സമയം ചിലവാക്കാറുണ്ട്? ഹൗ ലോങ് ഡു യു സ്പെൻഡ് കുക്കിംഗ്, അല്ലെങ്കിൽ ഹൗ മച്ച് ടൈം ഡു യു സ്പെൻഡ് കുക്കിംഗ്. സ്പെൻഡിന് ശേഷം പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന ING ഫോമാണ്. എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം ഉണ്ടായില്ല. I didn't get time to have breakfast in the morning. I didn't get time to have breakfast in the morning. അതുകൊണ്ട് പോകുന്ന വഴിയിൽ കഴിക്കാൻ ഞാനൊരു സാൻഡ്വിച്ച് പാർസലായി വാങ്ങിച്ചു. So I bought a takeaway sandwich to eat on the go. So I bought a takeaway sandwich to eat on the go. To eat on the go എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ on the move എന്ന് പറയുമ്പോൾ യാത്ര ചെയ്യുന്നതിനിടയിൽ കഴിക്കുക. നടന്നുകൊണ്ട് അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടയിലെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് പറയുന്ന പ്രയോഗമാണ് ഈറ്റ് ഓൺ ദ ഗോ. ഈറ്റ് ഓൺ ദ മൂവ് എന്നും പറയാം. സോ ഐ ബോട്ട് എ ടേക്ക് അവേ സാൻഡ്വിച്ച്. ടേക്ക് അവേ സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് നമ്മുടെ കൂടെ കൊണ്ടുപോകുന്ന സാൻഡ്വിച്ച്. രാത്രി ഭക്ഷണത്തിന് മുമ്പ് ഞാൻ ചെറുതായി എന്തെങ്കിലും കഴിക്കും. മെയിൻ മീൽ അല്ല, ഇടയിൽ കഴിക്കുന്നത്. അതിനാണ് നമ്മൾ സ്നാക്സ് എന്ന് പറയുന്നത്. ഐ ഹാവ് എ ലിറ്റിൽ സ്നാക്ക് ബിഫോർ ഡിന്നർ. ഐ ഹാവ് എ ലിറ്റിൽ സ്നാക്ക്. എ ലിറ്റിൽ സ്നാക്ക് എന്ന് പറയുമ്പോൾ ഇത്തിരി എന്തെങ്കിലും. ഐ യൂഷ്വലി ഹാവ് എ ലിറ്റിൽ സ്നാക്ക് ബിഫോർ ഡിന്നർ. ഡിന്നറിന് മുമ്പ്, രാത്രി ഭക്ഷണം ഡിന്നർ. ഐ യൂഷ്വലി ഹാവ്. യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന പതിവായി, സാധാരണ ചെയ്യുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. TV കാണുമ്പോൾ എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കാൻ എനിക്കിഷ്ടമാണ്. ഐ ലൈക്ക്.
എന്തെങ്കിലും കുറിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ചെറുതായി കഴിച്ചുകൊണ്ടിരിക്കുക. അതിന് നമുക്ക് ഇവിടെയും സ്നാക്ക് ഓൺ എന്ന ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം. ഐ ലൈക്ക് ടു സ്നാക്ക് ഓൺ സംതിങ് വൈൽ വാച്ചിങ് ടി വി. ഐ ലൈക്ക് ടു സ്നാക്ക് ഓൺ സം ചിപ്സ് ഓർ പീനട്ട്സ് വൈൽ വാച്ചിങ് ടി വി. ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടെ ചിപ്സോ കടലയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഐ ലൈക്ക് ടു സ്നാക്ക് ഓൺ സം ചിപ്സ് ഓർ പീനട്ട്സ് വൈൽ വാച്ചിങ് ടി വി. ഇനി ഇന്നത്തെ ഹോംവർക്ക്. ഇത് ഈ വീഡിയോ മുഴുവൻ കണ്ടവർക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല. ഇത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. നമ്മൾ എന്നും സംസാരിക്കേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഭക്ഷണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഇത് യൂസ്ഫുള്ളായി തോന്നുന്നവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.